നാട്ടാന ജീവിതത്തിൽ ആനകളുടെ വിശ്രമ ദിനങ്ങളെന്നും കറുത്ത ദിനങ്ങളെന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന മദപ്പാട് കാലം കഴിഞ്ഞ് രാമൻ ഇന്ന് പുതിയൊരു ഉത്സവകാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. രാമചന്ദ്രനെ കാണുവാൻ തെച്ചിക്കോട്ടുകാവിലേക്ക് എത്തുമ്പോൾ ഏകദേശം 2 മണി ആയിരുന്നു. രാവിലെ തന്നെ വിസ്തരിച്ചൊരു കുളി കഴിഞ്ഞ് തൻ്റെ കെട്ടും തറയ്ക്കരിയിലുള്ള പ്ലാവിൻ തണലിൽ തികഞ്ഞ വിശ്രമത്തിലാണ് ആന. രാമൻ്റെ ഈ സീസണിലെ ആദ്യ എഴുന്നള്ളിപ്പ് നടക്കുന്ന ചീരൻകുഴി ക്ഷേത്രത്തിലേക്ക് പോകാൻ സമയമാകുന്തോറും ആളുകൾ തെച്ചിക്കോട്ടുകാവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വന്ന് ഒരു പൂരത്തിനുള്ള ആൾ ഇവിടെ തന്നെ ആയി എന്ന് വേണം പറയാൻ. വരുന്നവർ ചിലരെല്ലാം തന്നെ രാമചന്ദ്രൻ്റെ ഒരു നല്ല ചിത്രമെടുക്കുവാൻ ശ്രമിക്കുകയാണ്. ചിലർ ആനയെ ഒന്ന് കണ്ണിറിയെ കാണാൻ വരുന്നവരും. എല്ലാവരും തന്നെ ക്ഷേത്രമതിൽക്കെട്ടിന് പുറത്തേക്ക് രാമൻ എഴുന്നള്ളുന്ന കാഴ്ച കാണാൻ അക്ഷമരായി കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരുന്ന ആ നിമിഷം എത്തിയിരിക്കുന്നു. രാമേട്ടൻ രാമനെ കുങ്കുമക്കുറി അണിയിക്കുകയാണ്. രാമചന്ദ്രൻ്റെ ഭംഗിയാർന്ന മദഗിരിയിൽ കുങ്കുമക്കുറി ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. കുറിയണിഞ്ഞ് ചന്തത്തോടെ ആനക്കേരളത്തിൻ്റെ വല്യാന തൻ്റെ ഉത്സവകാലം ആരംഭിച്ചുകൊണ്ട് ക്ഷേത്രമതിൽ കടന്ന് പുറത്തേക്ക് എഴുന്നള്ളുകയാണ്. ഈയൊരു ദൃശ്യം ക്യാമറയിലും മൊബൈലിലുമായി ചിത്രീകരിക്കുന്നതിനായി പറ്റിയ സ്ഥലം നോക്കി ഗേറ്റിന് സമീപത്തായി നിൽക്കുകയാണ് രാമൻ്റെ ആരാധകർ, കൂട്ടത്തിൽ ഞാനും. തൻ്റെ വിശ്രമ ദിനങ്ങൾക്ക് വിട നൽകി ലക്ഷക്കണക്കായ ആരാധകർക്കിടയിലേക്ക് ചുവടുവെക്കുകയാണ് രാമൻ. ഓരോ ചുവടും ഏറെ ശ്രദ്ധയോടെ വയ്ക്കാൻ രാമനോടൊപ്പം രാമേട്ടനും കൂട്ടരുമുണ്ട് കരുതലായി. തെച്ചിക്കോട്ടുകാവിലമ്മയെ തൊഴുതുവണങ്ങി ചീരക്കുഴി ക്ഷേത്രത്തിലേക്ക് നടക്കുകയാണ് രാമൻ. ചീരക്കുഴി ക്ഷേത്രത്തിൽ ചെന്നിട്ടാണ് പൂരം ആരംഭിക്കുന്നത് എങ്കിലും ഒരു പൂരപ്രതീതിയിൽ തന്നെയാണ് രാമൻ അവിടേക്ക് എഴുന്നള്ളുന്നതും. നടക്കുന്ന വഴിയിൽ സ്വന്തം നാട്ടുകാരുടെ കയ്യിൽ നിന്നും പഴവും മറ്റും വാങ്ങിക്കഴിക്കുന്നുണ്ട് രാമൻ. പേരാമംഗലത്ത് നിന്നും ചീരക്കുഴിയിലേക്കുള്ള വഴിമധ്യേ
പാടവരമ്പത്ത് കൂടിയാണ് ഇപ്പോൾ രാമൻ നടക്കുന്നത്. കൊയ്തൊഴിഞ്ഞ വയലേലകൾക്ക് നടുവിലൂടെയാണ് ഈ പാത. ആ ഒരു വഴിയിൽ ആരാധകർക്ക് വേണ്ടി രാമനെ അല്പനേരം നിർത്തുകയും ചെയ്തു. ആ ഒരു ചിത്രമാണ് വീഡിയോയുടെ തംബ്നെയിലിൽ ചേർത്തിരിക്കുന്നത്. അനവധിയായ ആരാധകരായിരുന്നു രാമനെയും കാത്ത് ചീരക്കുഴി ക്ഷേത്രത്തിൽ നിന്നിരുന്നത്. അവർക്ക് മുന്നിലേക്ക് ഏറെ ആവേശമുണർത്തിക്കൊണ്ടാണ് രാമൻ എഴുന്നള്ളിയെത്തിയത്. ക്ഷേത്രത്തിലെത്തിയതിനു ശേഷം തിക്കും തിരക്കും ഒഴിവാക്കുന്നതിനായി രാമനെ ക്ഷേത്രത്തിന് സമീപത്തെ ഒരു പറമ്പിലേക്ക് മാറ്റി നിർത്തുകയായിരുന്നു. ദേശപൂരങ്ങളുടെ വരവോടെ രാമനെ ക്ഷേത്രസന്നിധിയിലേക്ക് എത്തിച്ച് തലയിക്കെട്ട് അണിയിക്കുകയാണ്. ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ക്ഷേത്രത്തിൽ തിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പിഞ്ചു കുഞ്ഞുങ്ങളെയും ഈ സീസണിലെ രാമചന്ദ്രൻ്റെ ആദ്യ എഴുന്നള്ളിപ്പിന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഇനി മലയാളക്കരയിലെ പൂരങ്ങൾക്ക് പ്രൗഢിയോടെ നെടുനായകത്വം വഹിക്കാൻ രാമൻ ഉണ്ടാകും. അതിന് സാക്ഷ്യം വഹിക്കാൻ അവൻ്റെ ആരാധകരും. നിങ്ങളുടെ പിഞ്ചു കുഞ്ഞുങ്ങളെയും വിലപിടിപ്പുള്ള സൂക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശ്രദ്ധിക്കുക, ചീരക്കുഴി ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ശക്തി പ്രതിഷ്ഠാപന മഹോത്സവത്തിലെ ചീരക്കുഴി ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ശക്തി പ്രതിഷ്ഠാപനത്തോടനുബന്ധിച്ച് പൂരങ്ങളുടെ വാദ്യങ്ങൾ എത്രയും വേഗം അവസാനിപ്പിച്ച് കൂട്ടിയെഴുന്നേൽപ്പിനുള്ള സൗകര്യം ഒരുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രാദേശിക പൂരം ഭാരവാഹികൾ ശ്രദ്ധിക്കുക. സ്വാമിയുടെ തിരഞ്ഞെടുക്കുന്നത് തെച്ചിക്കൊട്ടുകാവ് രാമചന്ദ്രൻ. കണ്ടാൽ മതിയാകാത്ത രാമചന്ദ്രൻ്റെ കാഴ്ചകളിലേക്ക് ഇനിയും കടന്നു ചെല്ലാം. അടുത്ത ഒരു വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം.